പക്ഷെ എന്തായിരുന്നു ആക്ച്വലി വിചാരിച്ച് ഇങ്ങനെ ഇത് ചെയ്തിട്ട് അവര് കേസ് കൊടുക്കില്ല എന്നാണോ വിചാരിച്ചത്? പക്ഷെ എങ്ങനെ കേസ് കൊടുക്കാണ്ടിരിക്കും? കാരണം ഇത്രയും ആയ ഒരാള് കേസ് കൊടുക്കില്ല എന്തായാലും. അല്ല അത്രയും പേടിച്ചിട്ട് കേസ് ആരെ വണ്ടി ഓടിച്ചോണ്ട് തോന്നുന്നു? വണ്ടി ഓടിച്ച് മണികണ്ഠൻ. ആ ഓക്കെ. മണികണ്ഠനോട് മണികണ്ഠൻ വണ്ടി എടുക്കും. ഞാൻ ഇവിടെ ബാക്കിൽ ഇരുന്നു. ഞാൻ മുഖം കിട്ടി. ഞാൻ പറഞ്ഞു ഞാനൊന്നും സംസാരിച്ചില്ല. അതിന് മുമ്പ് അവൾക്ക് എന്നെ മനസ്സിലായി. എന്നോട് ചോദിച്ചു ചോദിച്ചു പിന്നെ ഞാൻ മാറ്റിവിടാൻ നോക്കി. പറ്റല്ല, ആ ഒരു ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇന്നാണ് കാര്യം, സഹകരിച്ചേ പറ്റുള്ളൂ. ഇവള് പെട്ടെന്ന് ചോദിച്ചു. ഇവർക്ക് അറിയാം, 90% ഇവർക്ക് അറിയാം. ഇവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളെ പറയരുതില്ല. ഇപ്പൊ നേരെ എന്ത് ചെയ്യും? അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. മറ്റേ മാഡം പറഞ്ഞു. ആ അത് തന്നെ അത് തന്നെ അത് പറഞ്ഞു. അത് പറഞ്ഞത് പക്ഷെ അതും എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചെല്ലുന്നുള്ളത്. ഞാൻ വേറെ ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. അപ്പൊ ആണ് പെണ്ണായി. അന്ന് ഞാൻ നല്ല രീതിയിൽ മറ്റേ കള്ളുപിടിക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഒരു കൂൾ മൈൻഡിലാണ് ചെയ്യണത്. അത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ സെക്കൻഡിലാണ് നമ്മൾ അതിലോട്ട് മാറും. നമ്മള് അപ്പൊ നമ്മള് ഈ സംഭവത്തിന് പോകുമ്പോ ഒരു ടെററല്ല. ടെററായിട്ട് പോണ വഴിക്ക് നമ്മള് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇരിക്കണം. ഇത് ചുമ്മാ ഒരു നിസ്സാരം ഒരാളെ പിടിച്ച് കയറ്റി ചെയ്തിട്ട് ഇത് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴീനെ പൊക്കി അത്രയും പോലും റിസ്ക് ഇല്ല. ഇത് ഓൾറെഡി എല്ലാം സെറ്റാണ്. നമ്മളൊരു നേതൃത്വം മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഇത്ര വലിയ പ്രശ്നമാകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ ജയിലിൽ കയറി ഇറങ്ങാൻ പേടിയില്ല. പിന്നെ പേടിയില്ല. അല്ല ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടില്ല. ഇത്രയും പ്രാവശ്യം കയറിയ പോലെ ആദ്യം ഞാൻ 28ാമത്തെ ദിവസം കയറി. ഈ കേസിന് കയറിനേക്കാൾ മുമ്പ് ഞാൻ കയറിയാണ്. എനിക്കതൊരു ഹരമായിരുന്നു. ഹരം മീൻസ് ഹരമൊന്നുമില്ല. കേസ് വന്നാലും ഇത്ര ദിവസം പുറത്തിറങ്ങാനുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇത് സംഭവം നാളെ രാവിലെ ഈ സംഭവം അവര് വിളിച്ചാൽ തീർന്നു. ഏൽപ്പിക്കാൻ ഇത് കഴിഞ്ഞിട്ടല്ലേ പോണ്ടത്. ഇതിപ്പോ നാളെ പിന്നെ രാത്രിയാണ് ഈ സംഭവം നടക്കണേ. ഈ സാധനം എനിക്ക് കൊടുക്കണമെങ്കിൽ നാളെ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും എനിക്ക് കൊടുത്താൽ മതി. ഫോൺ കൊടുത്തോ? ഫോണും കൊടുത്തില്ല. മെമ്മറി കാർഡ് പറഞ്ഞ് ഞാൻ ഉള്ളിൽ 2-3 കോപ്പി ചെയ്തിട്ടുണ്ടായി. 2-3 കോപ്പി ചെയ്തിട്ട് ഒരെണ്ണം മിസ്സായാലും ഒരെണ്ണം അവിടെ കിട്ടണം. അതൊക്കെ 3 കോപ്പി എടുത്തു. 3 കോപ്പി എടുത്തു. ഒന്ന് ലോയറിന് കൊടുത്തു. ഒന്ന് ലോയറിന് കൊടുത്തില്ല. എന്റെ പേഴ്സിന് നമ്മൾ പേഴ്സ് അങ്ങനെ അവർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ആ സാധനം നമ്മൾ വെക്കണം. ഇത് മറ്റേ എന്താണ് കേസ് കഴിയുമ്പോൾ തന്നോട്ടോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കേസിൽ വക്കീലന്മാർ ചെയ്യും. അവരവിടെ വെക്കും. അവരത് വെച്ച് കൂട്ടും. നമ്മൾ രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ തരും. നമ്മൾ ഈ സാധനം സ്റ്റേഷനിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല. പിന്നെ അതെല്ലാ സാധനം അവിടെ ഉണ്ട്. ഇത് നമുക്ക് ഓൾറെഡി 28 വയസ്സിന് മുമ്പ് അറിയാവുന്ന കാര്യമല്ലേ. കോപ്പി ചെയ്ത് ലാപ്ടോപ്പിലിട്ടാണോ? മൊബൈലില്. 3 മെമ്മറി കാർഡ് ഒക്കെ കയ്യിലുണ്ടായിരുന്നോ? പേഴ്സിന്റെ ഉള്ളിൽ ഒരെണ്ണം വച്ചു, ഒരെണ്ണം അടച്ചു. ഞാൻ പേഴ്സ് ഏൽപ്പിച്ചു. ഞാൻ ബാക്കി എന്റെ കയ്യിൽ ഒരു കോപ്പി മറ്റേ വക്കീലിന് കൊടുത്തു എന്ന് നമുക്ക് എല്ലാവരും പറയാം. ഒരെണ്ണം ലക്ഷ്യയിലാണ്, മറ്റേത് എവിടെയാണെന്ന് അറിയില്ല. മറ്റേ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ